യമരാജൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ യമധർമ്മൻ ഒരു യാചകന്റെ വേഷം ധരിച്ച് വീടാന്തരം നടന്ന് ഭിക്ഷ ചോദിച്ചു. അദ്ദേഹം സുധ എന്ന സ്ത്രീയുടെ വീട്ടുപടിക്കലെത്തി. സുധ തന്റെ കുഞ്ഞിന്റെ കൈകളിൽ അരി കൊടുത്തുവിട്ട് ഒരു പീട്ടി അരി ഭിക്ഷയായി നൽകി. കുറച്ചു സമയം കഴിഞ്ഞ് രാധ എന്ന മറ്റൊരു സ്ത്രീയുടെ അടുക്കൽ യമൻ ഭിക്ഷ ചോദിച്ചു. രാധയും തന്റെ കുഞ്ഞിന്റെ കൈകളിൽ അരി കൊടുത്തുവിട്ട് ഭിക്ഷ നൽകി. കാലം കടന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം സുധയും രാധയും മരണപ്പെട്ട് യമലോകത്തെത്തി. ഇവരെ രണ്ടുപേരെയും കണ്ട യമധർമ്മൻ സുധയെ സ്വർഗത്തിലേക്കും രാധയെ നരകത്തിലേക്കും അയക്കാൻ ഉത്തരവിട്ടു. ഇതുകേട്ട് ദേഷ്യം വന്ന രാധ ഉച്ചത്തിൽ ചോദിച്ചു, ഞാൻ എന്തിന് നരകത്തിൽ പോകണം? ഞങ്ങൾ രണ്ടുപേരും ഒരേ പുണ്യപ്രവൃത്തിയില്ലേ ചെയ്തത്? രണ്ടുപേരും ദാനം നൽകി, പിന്നെ എനിക്ക് മാത്രം എന്തുകൊണ്ട് നരകം? യമധർമ്മൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സുധ തന്റെ കുഞ്ഞിന്റെ കൈകൊണ്ട് അരി നൽകിയത് ആ കുഞ്ഞിന് അതിന്റെ പുണ്യം ലഭിക്കട്ടെ എന്ന നിഷ്കളങ്കമായ ചിന്തയോടെയാണ്. എന്നാൽ നീയാകട്ടെ കുഞ്ഞിന്റെ കൈകൾ ചെറുതായതുകൊണ്ട് കുറഞ്ഞ അളവിൽ അരി നൽകിയാൽ മതിയല്ലോ എന്ന സ്വാർത്ഥതയോടെയാണ് ദാനം ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും ചെയ്ത പ്രവൃത്തി ഒന്നാണെങ്കിലും നിങ്ങളുടെ ചിന്തകൾ വ്യത്യസ്തമായിരുന്നു. ചിന്തകൾ എങ്ങനെയോ ജീവിതവും അങ്ങനെ തന്നെ. ദാനം ചെയ്യുമ്പോൾ ചിന്തകളിൽ പോലും സ്വാർത്ഥത പാടില്ല. ഇതും പറഞ്ഞ് യമധർമ്മൻ രാധയെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിട്ടു. രാധയുടെ നിലവിളികൾക്കിടയിൽ യമദൂതന്മാർ അവളെ നരകത്തിലേക്ക് വലിച്ചിരിച്ചു. നല്ലവർക്കുള്ള അംഗീകാരം തീർച്ചയായും ഒരു ദിവസം ലഭിക്കും. അത് ജീവിച്ചിരിക്കുമ്പോഴായാലും മരണശേഷമായാലും. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് യമധർമ്മൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് കമന്റിൽ രേഖപ്പെടുത്തൂ.